ഹായ് എവരിവൺ, എല്ലാവർക്കും സോന സ്വീറ്റ് ആൻഡ് സ്പൈസിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ട്രഡീഷണൽ പ്ലം കേക്കാണ്. ഞാനിത് എല്ലാ ക്രിസ്മസിനും ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ റെസിപ്പി ട്രൈ ചെയ്യണം. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിന് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് റെഡ് വൈനിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. കുറഞ്ഞത് ഒരാഴ്ച മുതൽ 3 ആഴ്ച വരെയെങ്കിലും നമ്മളിത് സോക്ക് ചെയ്ത് വെക്കണം. വൈൻ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഓറഞ്ച് ജ്യൂസിലും സോക്ക് ചെയ്യാവുന്നതാണ്. ഓറഞ്ച് ജ്യൂസിലിട്ട് വയ്ക്കുകയാണെങ്കിൽ 1 to 2 ഡേയ്സിൽ കൂടുതൽ അത് സോക്ക് ചെയ്ത് വയ്ക്കരുത്. ആദ്യമേ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതൊന്ന് നിങ്ങളെ കാണിക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് ഗ്രേപ്പ് വൈൻ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി 1/2 കപ്പ്, ഗോൾഡൻ റൈസിൻ അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ള റൈസിൻ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള റൈസിൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. റെഡ് ചെറീസ് 1/2 കപ്പ്, പിന്നെ ക്രാൻബെറി 1/2 കപ്പ്. ഇനി ഇതിന് നമുക്ക് നല്ല ഒരു ഗ്ലാസ് ജാറ് വേണം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇനി ഈ ജാറിലോട്ടിട്ട് 1 കപ്പ് വൈൻ കൂടി ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി ഇത് എയർ കയറാതെ നല്ലതായിട്ട് അടച്ചു വെക്കണം. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് എടുത്ത് മിക്സ് ചെയ്യണം. ഞാൻ ഓൾറെഡി 3 വീക്സ് മുന്നേ ഇട്ട് വച്ചിരുന്ന ഫ്രൂട്ട്സ് ആണിത്. ഇത് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഈ വൈനും ഫ്രൂട്ട്സും തമ്മിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഈ വൈനും ഈ ഫ്രൂട്ട്സും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 കപ്പ് ഫ്രൂട്ട്സും 3 ടീസ്പൂൺ വൈനും നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ ഷുഗറും 3 ടീസ്പൂൺ വാട്ടറും പിന്നെ ഒരു 1/4 കപ്പ് ഹോട്ട് വാട്ടറും എടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഷുഗറും 3 ടീസ്പൂൺ വാട്ടറും കൂടി ആഡ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ ആകുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഹോട്ട് വാട്ടർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാൻ, കാരണം ഇത് പൊട്ടിത്തെറിച്ച് ദേഹത്തൊന്നും വീഴാതെ സൂക്ഷിക്കണം. വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇത് ചെയ്യണം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മിക്സഡ് ഫ്രൂട്ട്സും അത് ഡ്രെയിൻ ചെയ്തെടുത്ത 2 ടീസ്പൂൺ വൈനുമാണിത്. പിന്നെ 2 പിഞ്ച് സോൾട്ട്, കുറച്ച് സ്പൈസ്, ഒരു ചെറിയ ചുക്കിൻ്റെ കഷ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, 3 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട. ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഓൾ പർപ്പസ് ഫ്ലവർ 1/2 കപ്പ്, ഷുഗർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, മെൽറ്റഡ് അൺസാൾട്ടഡ് ബട്ടർ 1/4 കപ്പ്, ഓറഞ്ച് സെസ്റ്റ് 2 ടീസ്പൂൺ, ഷുഗർ കാരമലൈസ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1/4 കപ്പ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് 1/4 കപ്പ്, എഗ്ഗ് 2 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എഗ്ഗിൻ്റെ യോൾക്കും അതുപോലെ എഗ്ഗ് വൈറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാഷ്യൂ നട്ട് 15 എണ്ണം എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, വെനില എക്സ്ട്രാക്ട് 1 ടീസ്പൂൺ, 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ. ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കോട്ട് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം എഗ്ഗ് വൈറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബോൾ എടുത്തിട്ട് ഇതിലേക്ക് മെൽറ്റഡ് ബട്ടറും എഗ്ഗ് യോൾക്കും ഷുഗറും ഓറഞ്ച് ജ്യൂസും കൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പിന് പകരം 3/4 കപ്പോ അല്ലെങ്കിൽ 1 കപ്പ് ഷുഗറോ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഓൾ പർപ്പസ് പൗഡറും ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനി ഒരു തടിത്തവി ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നേരത്തെ കാരമലൈസ്ഡ് ചെയ്ത് വച്ചിരിക്കുന്ന സിറപ്പ് ചേർത്ത് കൊടുക്കാം.
സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷമേ ചേർക്കാവൂ. ഇതിലേക്ക് വനില എക്സ്ട്രാക്റ്റും നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടിയ വൈനും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ചേർത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഫ്രൂട്ട്സ് കേക്കിൻ്റെ അടിയിൽ അടിഞ്ഞു കിടക്കാതിരിക്കാനാണ്. ഇനി ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. കാഷ്യൂ നട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഓറഞ്ച് സിസ്റ്റും നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന സ്പൈസും പിന്നെ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 പിഞ്ച് നേരത്തെ നമ്മൾ എടുത്തു വെച്ച 2 പിഞ്ച് സോൾട്ട് കൂടി മിക്സ് ചെയ്യുക. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലൽപ്പം ബട്ടർ പുരട്ടി കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ആഡ് ചെയ്യാം. ഓവൻ നമ്മൾ നേരത്തെ 350 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. സാധാരണ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളത് കട്ട് ചെയ്തങ്ങ് കഴിക്കാറുണ്ട്. പക്ഷേ പ്ലം കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞ് അത് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. നിങ്ങളിത് ക്രിസ്മസിന് കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് 2 ദിവസം മുന്നേ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ക്രിസ്മസിൻ്റെ അന്ന് കട്ട് ചെയ്താൽ ഇത് നല്ല ടേസ്റ്റായിട്ടും സോഫ്റ്റായിട്ടും ഇരിക്കും. ഇത് ഓരോ ദിവസം ഇരിക്കും തോറും ഇത് ടേസ്റ്റ് കൂടി വരുന്ന ഒരു കേക്കാണ്. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയായോ എന്നറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് മേരി ക്രിസ്മസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.